ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ബാക്കിയൊരു ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഇന്ന് നമ്മൾ പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ പറ്റിയാണ്. സോ വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? അതായത് നമ്മുടെ ഒരു കണ്ടക്ടർ ഉണ്ടല്ലോ, കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മളെല്ലാം ബേസ് ചെയ്ത് പറയുന്നത് കണ്ടക്ടേഴ്സ് വെച്ചിട്ടാണ്. സോ ഇങ്ങനൊരു കണ്ടക്ടറിൽ ഒരു മെറ്റലായിട്ടുള്ള ഒരു കണ്ടക്ടർ ആണെങ്കിൽ മെറ്റലായിരിക്കുമല്ലോ. അപ്പം ആ മെറ്റൽസിൽ ഫ്രീ ഇലക്ട്രോൺസ് കാണും. ആ ഫ്രീ ഇലക്ട്രോൺസ് ഇതിൻ്റെ മോഷൻ കൊണ്ടാണ് കറണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ലൈക്ക് ഈ രണ്ട് ഭാഗവും കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡ്സും കണക്റ്റഡ് ആണെങ്കിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അത് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു കറണ്ട് ഫോം ചെയ്യും. സോ ഈ കറണ്ട് എന്ന് പറയുന്നത് ഈ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലൈക്ക് ആക്ച്വലി കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ബേസിക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ രണ്ട് നമ്മൾ ഈ കണ്ടക്ടറിൻ്റെ രണ്ട് സൈഡിലും നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ. സോ അതിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഇലക്ട്രോൺസിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് മൂവ് ചെയ്യണ വെലോസിറ്റിനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ്. കാരണം ആക്ച്വലി കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഇലക്ട്രോൺസിനൊന്നും മോഷനേ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ് ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, ഇത് നമ്മുടെ ലൈക്ക് മോഷനിൽ നമുക്ക് വെലോസിറ്റി ടൈം എന്നൊക്കെ പറയുന്ന പോലെ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് ഈ ഇലക്ട്രോൺസ് തമ്മിൽ ഇടിക്കുമ്പം ഉണ്ടാവുന്ന ടൈം ഡിഫറൻസിനെയാണ് റിലാക്സേഷൻ. ജസ്റ്റ് അതൊന്നും നിങ്ങൾ വിചാരിച്ചില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് വിചാരിച്ചത് റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി വെലോസിറ്റി, ടൈം, ആക്സിലറേഷൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ മോഷനിൽ, അതുപോലെ ഇവിടെയും ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് വരും ഡ്രിഫ്റ്റ് വെലോസിറ്റി, ടൈമിന് വരും റിലാക്സേഷൻ ടൈമിന് നമ്മൾ ടോ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടോ നൗ പിന്നെ ഈ ഇക്വേഷൻ നമുക്ക് പഠിച്ചേക്കണം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഈ റിലേഷൻ. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി എന്ന് പറയുന്നതാണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇ എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്ര? 1.6 × 10⁻⁻19 കൂളംസ്. ഓക്കെ, 19 കൂളംസ് മൈനസ് ആണ്, പക്ഷെ നമ്മളിവിടെ ചാർജ് കണക്കാക്കുന്നില്ല. ഓക്കെ, ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡാണ്. ഇ ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ് and tau is the relaxation time and m is the mass of an electron. Mass of an electron ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ ഒരു വാല്യൂ mass of electron. So this is its guides. Vd is equal to e tau by m. Vd is equal to e tau by m. Okay, അതിൽ ഇത് ആക്ച്വലി എന്ന് പറയുന്നത് Vd is equal to velocity is equal to acceleration into time അല്ലേ? അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ആലോചിക്കാം. ഓക്കെ, ലൈക്ക് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും വി ഡി എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡാണ്. 2025 എനിക്കൊന്ന് എൻ്റെ തന്നെ ഷിഫ്റ്റ് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എഴുതാൻ. ലൈക്ക് കുറേ ഓപ്ഷൻ ഉണ്ടായിരുന്നു. വി ഡി പ്രൊപ്പോർഷണൽ ടു 1/e, വി ഡി പ്രൊപ്പോർഷണൽ ടു 1/e² എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി ആൻസർ വി ഡി പ്രൊപ്പോർഷണൽ ടു ഇ ആയിരുന്നു. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഗോ ടു സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഗൈസ് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ചധികം ഇക്വേഷൻസ് ഉണ്ട്, അതൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അത് നമുക്ക് ഹീറ്റിൻ്റെ ഇക്വേഷൻ വെച്ച് നോക്കാം. ഹീറ്റ് എനർജി, ഹീറ്റ് ജനറേറ്റ് ആവും. അതായത് ഒരു സാധനത്തിൻ്റെ ഒരു കണ്ടക്ടറിൻ്റെ കൂടെ കറണ്ട് കുറച്ച് നേരം പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് ചൂടാവത്തില്ലേ? അപ്പോൾ ആ ഹീറ്റിൻ്റെ ഇക്വേഷനാണ് H is equal to I² RT. ഇവിടെ I എന്ന് പറയുന്ന കറണ്ടാണ്, R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്, ആൻഡ് T എന്ന് പറയുന്നത് ടൈമാണ്. എത്ര നേരം കറണ്ട് ആ കണ്ടക്ടറിലൂടെ പോയി എന്നുള്ള ടൈമാണ്. ഓക്കെ, so this is an equation. Here I is the current and R is the resistance and T is the
ടൈം. ഓക്കെ, ദിസ് ഈസ് വൺ ഇക്വേഷൻ. ദെൻ പവർ. അപ്പം പവർ ജനറേറ്റ് ആവും. ലൈക്ക് ഈ ഹീറ്റ് വെച്ചിട്ട് നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദാറ്റ് പവറിൻ്റെ ഇക്വേഷൻ IV. ആക്ച്വലി ഇതിൻ്റെ ഡെറിവേഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഡെറിവേഷൻ വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു ഇക്വേഷൻ മാർക്ക് ചെയ്താൽ മതി. IV അല്ലെങ്കിൽ I²R അല്ലെങ്കിൽ V. നമുക്ക് ലൈക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ ഡെറൈവ് ചെയ്ത് വന്നേക്കണം. ലൈക്ക് വിന് പകരം IR ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ I²R കിട്ടും, പവർ. ഓക്കെ, ദെൻ സോ ദിസ് ഇസ് ഇക്വേഷൻ ഫോർ പവർ. പിന്നെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഉണ്ട്. റെസിസ്റ്റൻസ് R is equal to ρL/A, where ρ is the resistivity, and 1/ρ-നെ നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയും. കണ്ടക്ടിവിറ്റി ജസ്റ്റ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് കണ്ടക്ടിവിറ്റി. ഓക്കെ, ഓക്കെ, ദെൻ പിന്നുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് I is equal to Q/T, Q is equal to NE, and നമ്മൾ നേരത്തെ പഠിച്ച ഈക്വൽ ടു E/m. പിന്നെ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും I എന്ന് പറയുന്ന കറണ്ടുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, സോ ആ റിലേഷൻ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, ആ റിലേഷൻ എങ്ങനെ വരുമെന്ന് ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കിയാൽ മതി. ഈ 3 ഇക്വേഷൻസിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ആൻഡ് ഈ ഒരു ഇക്വേഷൻ കൂടെ വേണമെങ്കിൽ ഉപയോഗിച്ച് F is equal to Q into E, where E is the electric field, Q is the charge. അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് Q into electric field. ഇത് ലൈക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിൽ എടുക്കുന്ന സാധനമാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ലൈക്ക് അറിയേണ്ട ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മൾ സീരീസും പാരലലും റെസിസ്റ്റൻസ് സീരീസിൽ വെച്ചാൽ റെസിസ്റ്റൻസിൽ പാരലൽ വെച്ചുണ്ടാവും. ആൻഡ് ദെൻ ഉള്ള നമുക്കൊരു ഇക്വേഷനാണ് V is equal to E minus IR. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഇത് ലൈക്ക് പറയണത് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജിൽ E എന്ന് പറയുന്നത് EMF. അതായത് നമുക്ക് സപ്പോസ് ചെയ്യുക ഇങ്ങനെ നമുക്കൊരു ഇതുണ്ട്, ഒരു സർക്യൂട്ട് ഉണ്ട്. ഇങ്ങനൊരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു സെല്ലല്ലേ, ആ സെല്ലിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണത്തില്ല. അപ്പോൾ ആ സെല്ലിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് I എങ്കിൽ ഈ റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ R എങ്കിൽ ഈ ടോട്ടൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V എന്ന് പറയുന്നത്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ എപ്സിലോൺ ആണ്. എപ്സിലോൺ അല്ലെങ്കിൽ E എന്ന് വിളിക്കാം. E എന്ന് വിളിച്ചാൽ മതി. E ആണെങ്കിൽ ഇത്രയും ഭാഗത്തിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് E മൈനസ് IR ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇത് നമുക്ക് വേറെ ആയിട്ട് എടുക്കാം. സോ ലൈക്ക് ഇനി നമുക്ക് ചില പ്രോബ്ലംസിലേക്ക് എടുക്കാം. ഓക്കെ, let's look at this problem. This is a very simple problem. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ലൈക്ക് കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിലെങ്ങനെ ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് രണ്ടും എന്താണ്, സീരീസിലാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഇൻ സീരീസ്. അപ്പോൾ നമുക്കിതിനെ മാറ്റി വരയ്ക്കാം. സീരീസിലാണെങ്കിൽ ഇത് 30 Ohm അങ്ങനെ തന്നെ ഇരിക്കും. സീരീസിലാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര, എഫക്റ്റീവ് അല്ലെങ്കിൽ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 60 Ohm ആയിരിക്കും. നൗ ദിസ് 30ഉം 60 എന്താണ്, പാരലലാണ്. 30ഉം 60ഉം പാരലലാണെങ്കിൽ 1/R എഫക്റ്റീവ് എന്ന് പറയുന്നത് 1/R1 plus 1/R2. So that is 3/60 1/20. So R effective is 20. അപ്പോൾ നമുക്കിത് മൊത്തം മായ്ച്ചിട്ട് ഇവിടെ 20 എന്ന് എഴുതി വെക്കാം. 20 Ohm ആണ്. അങ്ങനെയാണെങ്കിൽ V equal to IR ആണ്. സോ V equal to IR. V 2 ആണ്. I നമുക്കറിയില്ല. R 2 ആണ്, 20 ആണ്. സോ I is equal to 1/10 ampere. This is our answer. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ, ഇത് തന്നെയാണോ കിട്ടണേന്ന് നോക്കണം. ഓക്കെ, so let's go to next problem. Okay, so guys, next question. ഇത് നമ്മൾ കിർച്ചോഫിൻ്റെ കറണ്ട് റൂൾ വെച്ച് ചെയ്യണം. കറണ്ട് റൂൾ അല്ലെങ്കിൽ കിർച്ചോഫിൻ്റെ ജംഗ്ഷൻ റൂൾ എന്നൊക്കെ പറയുന്ന സാധനം വെച്ച് ചെയ്യണമെന്നാണ്. അതെന്താ ആക്ച്വലി പറയണേ, ഇൻകമിങ് കറണ്ടിൻ്റെ സമ്മ്
ഈക്വൽ ടു ഔട്ട്കമ്മിങ് കറണ്ടിൻ്റെ എത്ര കറണ്ട് ഒരു ജംഗ്ഷൻ നോക്കിയാൽ അതിലെത്ര കറണ്ട് വരുന്നുണ്ടോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്സ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ കിട്ടും. ഈ ഐ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 2 തന്നിട്ടുണ്ട് 1 തന്നിട്ടുണ്ട് 1.3 എന്ന് പറയുന്ന ആംബിയർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടേക്കുള്ള കറണ്ട് 4 ആംബിയർ ആയിരിക്കില്ലേ? ആൻഡ് 4 ആംബിയറിന് 1 ആംബിയർ അങ്ങോട്ട് പോയാൽ ഇവിടെ കൂടെ പോകുന്ന കറണ്ട് 3 ആംബിയർ ആയിരിക്കില്ലേ? 3 ആംബിയറിന് 1.3 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 3.0 മൈനസ് 1.3 ദാറ്റ് വിൽ ബി 10 minus 3 7 1.7 and the answer is 1.7. സിമ്പിൾ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നമ്മൾ കണ്ടക്ടിവിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റി എന്താണ്? ദാറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് കണ്ടക്ടിവിറ്റി എന്നൊക്കെ പറയാം. നമുക്കിവിടെ തന്നിട്ടിരിക്കുന്നത് ഇതിനെന്താ പറയുക, റോ എന്ന് വിളിക്കും കേട്ടോ. ഇത് ആക്ച്വലി ഇതിനെ എന്ത് വേണം വിളിച്ചു കഴിഞ്ഞാൽ വലുതായി വിളിക്കുന്നതിനൊന്നും കാര്യമില്ല. ഇത് 3 എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടക്റ്റൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ടക്ടിവിറ്റി അതിൻ്റെയിലേക്കോട്ടെ. കണ്ടക്റ്റൻസ് ഇത് ആക്ച്വലി എന്തിൻ്റെ പ്രോപ്പർട്ടിയാണ്? മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ ഇതിനെ വേറെ വിളിക്കുന്ന പേരാണ് കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്നൊക്കെ വിളിക്കും. ഓക്കെ, റെസിസ്റ്റിവിറ്റി ഇതെല്ലാം മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസാണ്. സോ അതായത് റോ ഡെൽറ്റ ഈ സാധനം these are properties, material properties. അതായത് ഇപ്പോൾ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, കീമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന സാധനമാണ്. അതായത് ഒരു കണ്ടക്ടർ തന്നിട്ടുണ്ട്, ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് കൂട്ടി, അപ്പോൾ അതിൻ്റെ റെസിസ്റ്റിവിറ്റിക്ക് എന്താ മാറ്റം ഉണ്ടായത്, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടക്റ്റൻസിന് എന്താ മാറ്റം ഉണ്ടായത്? എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, കാരണം അത് ആ മെറ്റീരിയലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മളിപ്പം മെറ്റീരിയലിനെ മാറ്റി വേറെ മെറ്റീരിയലാക്കി. ഇപ്പോൾ കണ്ടക്ടർ ആദ്യം നൈക്രോമായിരുന്നു, അതിന് നമ്മൾ കോപ്പറാക്കിയാൽ പിന്നെ ഗൈസ് റെസിസ്റ്റിവിറ്റി മാറും, കണ്ടക്ടിവിറ്റി മാറും. പക്ഷെ നമ്മൾ ഇതിനെ ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്യുകയാണെങ്കിലോ ഒക്കെ ആണെങ്കിൽ ഇത് രണ്ടും മാറത്തില്ല. ഇത് രണ്ടും അതിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഓക്കെ, എനിക്ക് പല തവണ തെറ്റിയിട്ടുണ്ട് ഗൈസ്, നിങ്ങൾ തെറ്റിക്കരുത്. കണ്ടക്റ്റൻസസ്, ഇത് 2 കണ്ടക്റ്റൻസ്, ഇത് 3 കണ്ടക്റ്റൻസസ് ഓഫ് 3 കണ്ടക്ടേഴ്സാണ്. ഈ 3 കണ്ടക്ടേഴ്സിന് സെയിം ലെങ്ത്താണ്, സെയിം ഏരിയയാണ്. ദെൻ ഇക്വലൻറ്റ് കണ്ടക്റ്റൻസ് വെൻ ദേ ആർ ജോയിൻഡ് ഇൻ സീരീസ്. ഈ 3 കണ്ടക്ടേഴ്സിനെ നമ്മൾ സീരീസ് ആയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ ഇക്വലൻറ്റ് കണ്ടക്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇക്വലൻറ്റ് കണ്ടക്റ്റൻസ് ആണ് ഇത്. സോ നമുക്ക് ഈ ആക്ച്വലി കണ്ടക്ടേഴ്സ് നമുക്ക് റെസിസ്റ്റേഴ്സ് ആയിട്ട് എഴുതാം ഫോർ വെരി സിംപ്ലിസിറ്റി. ആക്ച്വലി റെസിസ്റ്റേഴ്സ് ഒന്നല്ല, പക്ഷേ നമ്മൾ പഠിച്ചത് എന്താ, സീരീസ് റെസിസ്റ്റൻസ് ആയിട്ടല്ലേ പഠിച്ചത്, അതുകൊണ്ട് നമുക്കിങ്ങനെ എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് R1 ആയിട്ടെടുത്ത്, ഇത് R2 ആയിട്ടെടുത്ത്, ഇത് R3 ആയിട്ടെടുത്താൽ R1 എന്താണ്? റോ L/A. ഗൈസ്, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ദേ ആർ റെസിസ്റ്റേഴ്സ്, റൈറ്റ്? റോ 1 L/A, റോ 2 L/A ആൻഡ് റോ 3 L/A. അതായത് ലെങ്ത്തിനൊരു മാറ്റമില്ല, ഏരിയയ്ക്കൊരു മാറ്റമില്ല, റോയിന് എന്താ മാറ്റം വന്നത്? കാരണം അതിൻ്റെ മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ്. 3 കണ്ടക്ടേഴ്സിന് കണ്ടക്റ്റൻസസ് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽസ് 3 എണ്ണത്തിൻ്റെ മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, അപ്പം ഇതിൻ്റെ സീരീസ് ആണെങ്കിൽ എന്തായിരിക്കും? R1 + R2 + R3. അപ്പോൾ R എഫക്റ്റീവ് എന്ന് പറയുന്നത് റോ 1 + റോ 2 + റോ 3 × L/A. ബട്ട് നമുക്കിവിടെ ചോദിച്ചേക്കുന്നത് ഇക്വലൻറ്റ് കണ്ടക്റ്റൻസ്, ഇക്വലൻറ്റ് റെസിസ്റ്റിവിറ്റി കിട്ടി. ഇക്വലൻറ്റ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് റോ 1 + റോ 2 + റോ 3 കിട്ടി. ഇക്വലൻറ്റ് കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം. നമ്മൾ ജസ്റ്റ് എന്താ ചെയ്താൽ മതി, 1 ഇതിൽ നിന്ന് നമുക്ക് എഴുതുന്നതാണ്. ഇതിൽ നമുക്ക് എഴുതാം 1 effectivity is equal to 1 sigma 1 plus 1 sigma 2 plus 1 sigma 3. ഇതിനെ സിഗ്മ എന്ന് വിളിക്കും കേട്ടോ, ഞാൻ സിഗ്മ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ 1/ρ സിഗ്മ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് എൽസിയം എടുക്കാം, ബൈ സിഗ്മ 2 പ്ലസ് 1/σ3 σ2 σ3 പ്ലസ് σ1 σ3 പ്ലസ് σ1 σ2 ബൈ σ1 σ2 σ3. ഇതിൻ്റെ റെസിപ്രോക്കലായിരിക്കും സിഗ്മ എഫക്റ്റീവ് അല്ലെങ്കിൽ എഫക്റ്റീവ് കണ്ടക്റ്റൻസ്. ഓക്കെ, സോ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ അല്ലേ, കാരണം ലൈക്ക് ഇത് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി. അതായത് റോയും സിഗ്മയും ഒക്കെ, അതായത് റെസിസ്റ്റിവിറ്റിയും കണ്ടക്റ്റൻസും ഒക്കെ മെറ്റീരിയലിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ലൈക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോഴോ സാധനം കട്ട് ചെയ്യുമ്പോഴോ ഒന്നും അത് മാറത്തില്ല. ആ മാറുന്നത് ലെങ്ത്തും ഏരിയയൊക്കെയാണ്. റെസിസ്റ്റിവിറ്റിയും കണ്ടക്റ്റൻസും ഒന്നും മാറത്തില്ല. ഓക്കെ ഗൈസ്, സോ ഇത്രേ ഉള്ളൂ ഇന്ന്. സോ മീറ്റ് യു ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.